മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖല പ്രതീക്ഷയിലാണ്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സഞ്ചാരികൾ കൂടുതലായി മാങ്കുളത്തേക്ക് എത്തുമെന്നാണ് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ പ്രതീക്ഷ. ഓണവും ക്രിസ്തുമസും പോലുള്ള ആഘോഷ സമയങ്ങളിൽ സഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെടാറുണ്ടെങ്കിലും മധ്യവേനൽ അവധിക്കാലത്താണ് സഞ്ചാരികൾ കൂടുതലായും മാങ്കുളത്തേക്കും ആനക്കുളത്തേക്കുമൊക്കെ എത്താറ്. കാടിന്റെ വശ്യമനോഹാരിതയും കാട്ടരുവികളുടെയും പുഴകളുടെയും ആകർഷണീയമായ കാഴ്ചകളും ജീപ്പ് സഫാരിയും തേയിലത്തോട്ടങ്ങളുടെയും ഏലക്കാടുകളുടെയും പരന്ന കാഴ്ചകളും ആനക്കുളത്തെ ആനക്കൂട്ടവും ആനക്കുളിയുമൊക്കെയാണ് മാങ്കുളത്തിന്റെ വിനോദസഞ്ചാര മേഖലയെ സജീവമാക്കുന്നത്. വേനൽ കനത്തു തുടങ്ങുന്ന ഡിസംബർ മുതൽ കാട്ടാനക്കൂട്ടങ്ങൾ ആനക്കുളത്തെ നിത്യകാഴ്ചയാണ്. പട്ടാപ്പകൽ പോലും തൊട്ടരികിൽ നിന്ന് കാട്ടാനകളെയും ഈറ്റച്ചോരയാറ്റിലെ ആനകളുടെ നീരാട്ടും ആനക്കുളത്തെ സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമാക്കുന്നു. കാനന ഭംഗി ആസ്വദിച്ചുള്ള ജീപ്പ് സഫാരിയാണ് ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികളുടെ മറ്റൊരു ഇഷ്ടവിനോദം. മധ്യവേനൽ അവധിക്ക് ശേഷമുള്ള മൺസൂൺ ടൂറിസവും മാങ്കുളത്തേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. മഴക്കാലങ്ങളിൽ വന്യത കൈവരിക്കുന്ന 1/2 ഡസനിലധികം വെള്ളച്ചാട്ടങ്ങളാണ് മഴക്കാലത്ത് മാങ്കുളത്തിന്റെ ഭംഗി. സീസൺ കാലത്തെ പ്രതീക്ഷയോടെ കണ്ട് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നൊരുക്കങ്ങൾ നടത്തുന്നുണ്ട്. കാട്ടുമൃഗശല്യവും കാർഷിക മേഖലയിലെ വിലത്തകർച്ചയും മൂലം മാങ്കുളത്തെ വലിയൊരു വിഭാഗം ആളുകൾ വരുമാനം കണ്ടെത്താനുള്ള മാർഗമായി വിനോദസഞ്ചാര മേഖലയിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. മുൻകാലങ്ങളിൽ എന്ന പോലെ ഈ മധ്യവേനൽ അവധിക്കാലവും മാങ്കുളത്തെ സഞ്ചാരികൾ സജീവമാക്കുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് ബ്യൂറോ, അടിമാലി.